എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മെസ്സേജുകൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റത്തെ മെസ്സേജ് എന്ന് പറയുന്ന ഒരു റീയൂണിയൻ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു പിണക്കത്തിന് ശേഷം നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതിലത്തെ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ളൊരു രീതിയിലാണ് ഈ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉള്ള ഒരു ആളുടെ റീയൂണിയൻ ആയിട്ടാണ് തോന്നുന്നത്. മറ്റു ചിലർക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹം അത് റീയൂണിയൻ ആയിട്ട് വരുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തെറ്റുകളൊക്കെ ക്ഷമിച്ചിട്ട് വരുന്ന ഒരു സിറ്റുവേഷനും കാണുന്നുണ്ട്. പക്ഷേ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാർസിസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാരും നമ്മൾ സൂക്ഷിക്കണം. അവരെപ്പോഴും നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് പറയുമല്ലോ. അപ്പം എനിക്ക് ഈ ഒരു കാർഡിനകത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ കാണുന്നുണ്ട്. അങ്ങനത്തെ ബിഹേവിയർ ഉള്ള ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് റീയൂണിയൻ കാർഡാണ് വരുന്നത്. നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ സീക്രട്ട് ലവ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ആ സ്നേഹം ഒരിക്കലും എക്സ്പ്രസ് ചെയ്യില്ലാന്ന് വേരിയസ് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. ചിലപ്പോൾ വിവാഹം കഴിഞ്ഞൊരു വ്യക്തിയായിരിക്കാം, അതല്ലെങ്കിൽ വിവാഹിതയാകാൻ പോകുന്ന ഒരു ആളായിരിക്കാം, അത് നിങ്ങളുടെ ഓഫീസിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലുള്ള അല്ലെങ്കിൽ കോളേജിലുള്ള അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ള നിങ്ങൾക്ക് പരസ്പരം അറിയാൻ താല്പര്യമുണ്ടെന്ന്, പക്ഷേ ജീവിത പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിലുള്ള മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതൊരിക്കലും എക്സ്പ്രസ് ചെയ്യില്ല എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ്. തേർഡ് കാർഡ് മെസ്സേജ് എന്താണെന്ന് നോക്കാം. ടേണിംഗ് പോയിൻ്റാണ് നമ്മുടെ ഒരു റിലേഷൻഷിപ്പ്. അതായത് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ഇതിങ്ങനെ അവസാനിക്കുമെന്ന് കരുതിയില്ല. അതായത് നിങ്ങൾ വളരെയധികം സോൾമേറ്റ്സിനെ പോലെയായിരുന്നു, വളരെയധികം അസൂയപ്പെടുത്തുന്ന ഒരു ബന്ധമായിരുന്നു നിങ്ങളുടേത്. പക്ഷെ അതിനും ഒരു ഇങ്ങനൊരു ടേണിംഗ് പോയിൻ്റ്, അതായത് നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. അപ്പോൾ 3 മെസ്സേജാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. അത് 3 തരത്തിലുള്ള അല്ലെങ്കിൽ 3 സ്റ്റാർസ് സൺസൈനുള്ള ആൾക്കാർക്കുള്ള മെസ്സേജുകളായിരിക്കും. എല്ലാവർക്കും ഈ മെസ്സേജ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയ ഒരു റീഡിങ്ങുമായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.